വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് SSLC സോഷ്യൽ പാർട്ട് 5 ആണ്. ഹിസ്റ്ററിയിലത്തെ 5ാമത്തെ ഭാഗമാണ്, അതായത് ലാസ്റ്റ് പോർഷനാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നു, രണ്ടാമത് പറഞ്ഞത് ഫ്രഞ്ച് റവല്യൂഷൻ ആയിരുന്നു, മൂന്നാമത് നമ്മൾ പറഞ്ഞത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ ആയിരുന്നു, നാലാമത് റഷ്യൻ റവല്യൂഷൻ പറഞ്ഞു. ഇനി പറയുന്നത് നമ്മുടെ ചൈനീസ് റവല്യൂഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഒന്ന് പറയാം. ഇൻ ദ 20th century, China witnessed revolutions against the foreign rule and monarchy. The colonial powers of Europe and America adopted policies in China different from the ones they had implemented in the colonies of other parts of the world. They were opium trade and open door policy. Let us discuss them. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായിട്ടുള്ള വിപ്ലവങ്ങൾക്ക് 20ാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു. അപ്പോൾ ചൈനയുടേത് എപ്പോഴാണ്? 20ാം നൂറ്റാണ്ടിലാണ്, അതായത് 1900 സംതിങ്, അത് മുതലുള്ള 1900 സംതിങ്ങുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മുടെ നൂറ്റാണ്ടുകൾ കണക്കാക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1900 സംതിങ്ങിലാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള 2 നയങ്ങളാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചത്. അതൊക്കെയായിരുന്നു കറുപ്പ് വ്യാപാരവും അതുപോലെ തന്നെ തുറന്ന വാതിൽ നയവും. അപ്പോൾ അത് രണ്ടും എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഒപ്പിയം ട്രേഡ് ആദ്യം പറയുന്നത് ഒപ്പിയം ട്രേഡാണ് കേട്ടോ. കറുപ്പ് വ്യാപാരം എന്നുള്ള സംഭവമാണ് ഒപ്പിയം ട്രേഡ്. ചൈനീസ് സിൽക്ക്, ടീ ആൻഡ് എർത്തൻ വെയർ വെർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. അപ്പോൾ ചൈനയിലത്തെ സിൽക്ക്, ചായ, ഇത്തരത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മുടെ യൂറോപ്പിൽ നല്ല ഡിമാൻഡായിരുന്നു. എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർ ഒരുപാടുണ്ടായിരുന്നു ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്. ചൈന ഗെയിൻഡ് ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ ദ എക്സ്പോർട്ട് ഓഫ് ദീസ് ഐറ്റംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. ഈ സാധനങ്ങളൊക്കെ വിറ്റിട്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റി. ദർ വാസ് നത്തിങ് ടു ഇമ്പോർട്ട് ടു ചൈന ഫ്രം യൂറോപ്പ്. പക്ഷേ യൂറോപ്പുകാർക്ക് എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്ന് ഒരു സാധനവും ചൈനയിലേക്ക് കയറ്റി അയക്കാൻ പറ്റുന്നില്ല, കാരണം എല്ലാ സാധനങ്ങളും ചൈനയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ആസ് എ റിസൾട്ട് ദ യൂറോപ്യൻ ട്രേഡേഴ്സ് സഫേർഡ് എ ഗ്രേറ്റ് ലോസ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലത്തെ കച്ചവടക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടം സംഭവിച്ചു. ആസ് എ റെമഡി ഫോർ ദിസ് ലോസ്, അപ്പോൾ ഈ ഒരു നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ദ ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇമ്പോർട്ടഡ് ഒപ്പിയം ആൻഡ് ഇൻടോക്സിക്കൻറ്റ് ടു ചൈന. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒപ്പിയം എന്ന് പറയുന്ന, കറുപ്പ് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തുവാണ്, അത് നമ്മുടെ ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ദിസ് അഫക്റ്റഡ് ദ ചൈനീസ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് കൺസംഷൻ മെയ്ഡ് ദ ചൈനീസ് പീപ്പിൾ മെൻ്റലി ഇംബാലൻസ്ഡ്. അപ്പോൾ ഇതെന്തിനെ തകർത്തു? നമ്മുടെ ചൈനയുടെ വ്യവസായത്തിനെ തകർത്തു. അതുമാത്രമല്ല, ഇത് ഉപയോഗിച്ചിരുന്ന ആളുകൾ അവർ മെൻ്റലി ഇംബാലൻസ്ഡായി, മെൻ്റലി ആകെ ഇഷ്യൂസൊക്കെ ഉണ്ടായി അവിടുത്തെ ആളുകൾക്ക്. ഇറ്റ് റിസൾട്ടഡ് ഇൻ എക്കണോമിക് ആൻഡ് മെൻ്റൽ സബ്ജുഗേഷൻ ഓഫ് ദ ചൈനീസ്. അങ്ങനെ ചൈനയുടെ വ്യവസായവും കാര്യങ്ങളും അവിടുത്തെ ജനത തന്നെ തകരാനായിട്ട് തുടങ്ങി. ഇനി രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത് ഓപ്പൺ ഡോർ പോളിസി. അതായത് ബൈ ദി എൻഡ് ഓഫ് ദി 19th century, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് സെവറൽ യൂറോപ്യൻ കൺട്രീസ് അക്വയർഡ് ട്രേഡ് പ്രിവിലേജസ് ഇൻ ചൈന. ഒരുപാട് യൂറോപ്യൻ ശക്തികൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയുമായിട്ട് കുറേ കരാറുകളൊക്കെ ഒപ്പുവെച്ച് ഒരുപാട് വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ അമേരിക്ക കുഡ് നോട്ട് റിക്വയർ ദി പ്രിവിലേജ് ആസ് ഇറ്റ് വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ചൈന അറ്റ് ദാറ്റ് ടൈം. പക്ഷേ അമേരിക്ക അധികം ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് അങ്ങോട്ട് ഇതിൽ കാര്യമായിട്ടുണ്ട് ഇൻവോൾവ് ആവാൻ പറ്റിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രിവിലേജസ്, അത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ജോൺ ഹേ എന്ന് പറയുന്ന അന്നത്തെ സെക്രട്ടറി ആയിരുന്ന, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ പറഞ്ഞു ദ ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്ന ഒരു നയം കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു നയം അനുസരിച്ചിട്ട് അമേരിക്ക പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യക്കാർക്കും ചൈനയിൽ ഒരേ അവകാശമാണുള്ളത്. ചൈന മാർക്കറ്റിൽ എല്ലാ രാജ്യക്കാർക്കും എന്തുണ്ട്? ഒരേ തുല്യരാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ചൈന വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് റീജിയൻസ് ടു ബി കൺട്രോൾഡ് ബൈ വേരിയസ് കൺട്രീസ്. എന്നിട്ട് അതിനുശേഷം എന്തുണ്ടായി? ഓരോ രാജ്യക്കാരും ചൈനയുടെ വിവിധ ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ചൈനയിൽ വരാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. ഓക്കെ, മലയാളത്തിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം പറയുന്ന കറുപ്പ് വ്യാപാരമാണ്. അപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങളായിട്ടുള്ള പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു, നല്ല ഡിമാൻഡായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി, നല്ല പൈസയൊക്കെ കിട്ടിയിരുന്നു. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യാനായിട്ട് യൂറോപ്യൻസിൻ്റെ കയ്യിലൊന്നുമില്ല. ഇത് പരിഹരിക്കാനായിട്ട് ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായിട്ടുള്ള കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ
വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായിട്ടും ചൈനക്കാർ അടിമത്തത്തിലായി. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? തുറന്ന വാതിൽ നയം. അതും പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച ഒരു നയമാണ് തുറന്ന വാതിൽ നയം. ഈ നയമനുസരിച്ചിട്ട് ചൈനയുടെ കമ്പോളം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അതായത് ഓരോ രാജ്യങ്ങൾ വന്നിട്ട് ചൈനയുടെ ഓരോ ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ ഒരു നയത്തിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് മെയിനായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. കറുപ്പ് വ്യാപാരം, അതുപോലെ തന്നെ തുറന്ന വാതിൽ നയം. ഇനി പറയുന്നത് ദ മഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവർഡ് ദ ഫോറിൻ ഇൻ്റർഫിയറൻസ് ആൻഡ് ഡോമിനേഷൻ. അതായത് ചൈനയിലെ മഞ്ചു രാജവംശം, മഞ്ചു എന്ന് പറയുന്ന ഒരു രാജവംശം, മഞ്ചൂറിയൻ എന്നൊക്കെയാണ് പറയട്ടോ. ഗോബി മഞ്ചൂരിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് ഉണ്ടല്ലോ കഴിക്കണത് അല്ലേ, മഞ്ചൂരിയൻ, എഗ് മഞ്ചൂരിയൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് മഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ദ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇറ്റ് മൈറ്റ് ബി എ കൈൻഡ് ഓഫ് ഐ ഓപ്പണർ, പുതിയൊരു അറിവായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ദ മഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ദ ഫോറിൻ ഇൻ്റർഫിയറൻസ് ആൻഡ് ഡോമിനേഷൻ. അതായത് മഞ്ചു രാജവംശക്കാരെന്ത് ചെയ്തു? ഏത് രാജ്യക്കാർക്കും, അതായത് പുറത്തുനിന്നുള്ള യൂറോപ്യൻസൊക്കെ വന്നിട്ട് ഇവിടെ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, കച്ചവടം ചെയ്യുക, എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഫുൾ സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു ടീമായിരുന്നു മഞ്ചു രാജവംശം. അവരാണ് ചൈന ഭരിച്ചിരുന്നത്. പക്ഷേ സം സീക്രട്ട് ഓർഗനൈസേഷൻ ഇൻ ചൈന റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ഇൻ 1900. അതായത് ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരായിട്ട് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് പ്രതിഷേധിച്ചു 1900 കേട്ടോ. ദ എംബ്ലം ഓഫ് ദീസ് ഓർഗനൈസേഷൻസ് വാസ് ദി ബോക്സേഴ്സ് ഫിസ്റ്റ്. നമ്മൾ ബോക്സർമാരില്ലേ, ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവരുടെ ഗ്ലൗസിൻ്റെ, അതിൽ ബോക്സറിൻ്റെ ഗ്ലൗസ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫിസ്റ്റ്, കൈയിൻ്റെ ഒരു ഭാഗം, അതാണ് ഇവരുടെ എംബ്ലമായിരുന്നത് കേട്ടോ. ബോക്സേഴ്സ് ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എംബ്ലമായിരുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് ദി ബോക്സർ റെബലിയൻ. അതുകൊണ്ട് ഇവയെ അറിയപ്പെട്ടിരുന്നത് ബോക്സർ കലാപം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബോക്സർ റെബലിയൻ എന്നാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് മനസ്സിലായല്ലോ? ചൈന ഭരിച്ചിരുന്നത് മഞ്ചു രാജവംശമായിരുന്നു. അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യക്കാർക്ക് സിമ്പിളായിട്ട് ഇവിടെ വരിക, പോവുക, കച്ചവടം ചെയ്യുക, എന്തായി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ചില ഓർഗനൈസേഷൻസ് ഇതിനെ എതിർത്തു. അവരുടെ ചിഹ്നമാണ് ബോക്സർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബോക്സർ കലാപം എന്നറിയപ്പെടുന്നത്. പക്ഷേ ദോ ദിസ് റെബലിയൻ വാസ് എ ഫെയിലിയർ. ഈ ഒരു കലാപം അങ്ങോട്ട് സക്സസ്ഫുൾ ആയില്ല. ഇറ്റ് സ്റ്റിമുലേറ്റഡ് ദി റവല്യൂഷൻസ് ദാറ്റ് കെയിം അപ്പ് ലേറ്റർ. പക്ഷേ മറ്റ് റവല്യൂഷൻസിനൊക്കെ, അതിനുശേഷം വന്ന റവല്യൂഷൻസിനൊക്കെ ഒരു ഉത്തേജനം നൽകിയത് ഈ പറയുന്ന ബോക്സർ കലാപം തന്നെയായിരുന്നു. അങ്ങനെ 1911 അനദർ റവല്യൂഷൻ ടുക്ക് പ്ലേസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ സൺ യാറ്റ്സെൻ. അങ്ങനെ 1911 ഡോക്ടർ സൺ യാറ്റ്സെൻ്റെ നേതൃത്വത്തിൽ മഞ്ചു ഡൈനാസ്റ്റിക്കെതിരായിട്ട്, മഞ്ചു രാജവംശത്തിനെതിരായിട്ട് ഒരു റവല്യൂഷൻ, ഒരു വിപ്ലവം ഉണ്ടായി. ദിസ് എൻഡഡ് മൊനാർക്കി ഇൻ ചൈന. ഇത് നമ്മുടെ ചൈനയിലത്തെ രാജവാഴ്ച അവസാനിപ്പിച്ചു. അപ്പോൾ രാജാവാണല്ലോ ഭരിച്ചിരുന്ന, മഞ്ചു ഡൈനാസ്റ്റിയിലത്തെ രാജാവല്ലേ ഭരിച്ചിരുന്നത്, അത് അവസാനിപ്പിച്ചു. മൊനാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജവാഴ്ച, അത് അവസാനിപ്പിച്ചു. ആരാണിത് ചെയ്തത്? ഡോക്ടർ സൺ യാറ്റ്സെൻ. അപ്പോൾ നല്ല ആളായിരുന്നു ഡോക്ടർ സൺ യാറ്റ്സെൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ റവല്യൂഷന് ശേഷം കൗമിങ് ടാങ് എന്ന് പറയുന്ന പാർട്ടി ചൈനയിലാണ്, അപ്പോൾ അങ്ങനത്തെ പേരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കൗമിങ് ടാങ് പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ഇൻ സദേൺ ചൈന അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സൺ യാറ്റ്സെൻ. അപ്പോൾ എന്ത് ചെയ്തു? ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ഫോം ചെയ്തു. ഓക്കെ, ആരാ ഫോം ചെയ്തത്? ഡോക്ടർ സൺ യാറ്റ്സെൻ്റെ നേതൃത്വത്തിൽ കൗമിങ് ടാങ് പാർട്ടിയാണ് ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് സദേൺ ചൈനയിൽ ഫോം ചെയ്തത്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഉണ്ടാക്കിയത്. ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ഐഡിയോളജീസ് ലൈക്ക് നാഷണാലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. അപ്പോൾ നമ്മുടെ ഡോക്ടർ സൺ യാറ്റ്സെൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്തിനൊക്കെയായിരുന്നു? നാഷണാലിസം എന്ന് പറഞ്ഞാൽ ദേശീയത, ഡെമോക്രസി എന്തുട്ടാണ്? ജനാധിപത്യം, ആൻഡ് സോഷ്യലിസം. എന്താണ് സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ സൊസൈറ്റിക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. സമൂഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം, മലയാളംകാർ ശ്രദ്ധിക്കുക. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ
ഇതിനെതിരെ 1900 കലാപം സംഘടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. ഓക്കെ, ബോക്സേഴ്സ് ഫിസ്റ്റഡ്. ഇത് ബോക്സർ കലാപം എന്നറിയപ്പെട്ടു. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. പിന്നെ 1911 ഡോക്ടർ സൻ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരായിട്ട് ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൻ യാറ്റ് സെൻ്റെ നേതൃത്വത്തിൽ കുമിങ്താൻ പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. സൻ യാറ്റ് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. അപ്പോൾ ആ 3 ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നാഷണാലിസം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എക്സ്പെൽ ദി മഞ്ചു ഡൈനാസ്റ്റി ആൻഡ് ദി ഇമ്പീരിയൽ പവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാണ്, മഞ്ചൂറിയൻ പ്രദേശക്കാരായിട്ടുള്ള മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളിനെയൊക്കെ പുറത്താക്കുക. രണ്ടാമത്തെ എന്താണ്, ഡെമോക്രസി, ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. ആദ്യം എന്തായിരുന്നു, രാജഭരണമായിരുന്നില്ലേ, അത് മാറ്റിയിട്ട് ജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു കൺട്രോൾ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഈക്വലി. അതായത് മൂലധനം എന്ന് വെച്ചാൽ മൂലധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ടുള്ള പൈസേനാണെന്ന് പറയുന്നത് മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായിട്ട് ആളുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ സൻ യാറ്റ് സെൻ്റെ ആശയങ്ങൾ. He decided to nullify the unjust treaties signed with the foreign countries and wanted to maintain equality with Western countries. അതായത് നല്ല രീതിയിലല്ലാതെ ഒരുപാട് രാഷ്ട്രങ്ങളുമായിട്ട് ഫോറിൻ കൺട്രീസിനായിട്ടൊക്കെ കരാറുകളൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മുടെ ഡോക്ടർ സൻ യാറ്റ് സെൻ പറഞ്ഞു. അതുമാത്രമല്ല, ദ കൗമിങ്താൻ റിപ്പബ്ലിക് അഡോപ്റ്റഡ് മെഷേഴ്സ് ഫോർ ദി പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. കൃഷിക്കും വ്യവസായത്തിനൊക്കെ നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ടാവുന്നതായിട്ട് അല്ലെങ്കിൽ നല്ല ഔട്ട്പുട്ട് ഉണ്ടാവാനായിട്ട് വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൗമിങ്താങ് റിപ്പബ്ലിക് പാർട്ടി ചെയ്തു. ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, റഷ്യ അവിടെ എന്തായിരുന്നു, അവിടുത്തെ ആശയം എന്തായിരുന്നു, മാർക്സിസ്റ്റ് ആശയമല്ലേ പറഞ്ഞേ, മാർക്സിസ്റ്റ് ഐഡിയോളജി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇവിടെ സപ്പോർട്ട് കൊടുത്തു. അങ്ങനെ ചൈനയിൽ പുതിയൊരു പാർട്ടി ഫോം ചെയ്തു. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മാർക്സിസ്റ്റും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ്. ഓക്കെ, അപ്പോൾ മാർക്സിസ്റ്റ് ആശയങ്ങൾ വന്നിടുന്നതാണ് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വന്നിട്ടുള്ളത് ചൈനയിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ ഇൻ വാരിയസ് ഫീൽഡ്സ് ആൻഡ് ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. അങ്ങനെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു. ഇൻ ദ ബിഗിനിങ് ദ കൗമിങ്താങ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് കോപ്പറേറ്റഡ് വിത്ത് ഈച്ച് അതർ. ആദ്യമൊക്കെ കൗമിങ്താങ് പാർട്ടി ഉണ്ടാക്കിയതാണ് നമ്മുടെ ഡോക്ടർ സൻ യാറ്റ് സെൻ. അദ്ദേഹത്തിൻ്റെ കൗമിങ്താങ് പാർട്ടിയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ നല്ല രീതിയിൽ യോജിച്ചിട്ടാണ് പോയിരുന്നത്. പക്ഷേ ദിസ് കോപ്പറേഷൻ വാസ് ഡിസ്റ്റർബ്ഡ്. പക്ഷേ ഈ ഒരു കോപ്പറേഷനൊക്കെ ഇല്ലാതായി. എപ്പോഴില്ലാതായത്, ചിയാങ് കൈഷക് എന്ന് പറയുന്ന പുതിയൊരു ഭരണാധികാരി വന്നു. എപ്പോൾ, നമ്മുടെ സൻ യാറ്റ് സെൻ മരിച്ച സമയത്ത് ചിയാങ് കൈഷക് എന്ന് പറയുന്ന ആളാണ് നെക്സ്റ്റ് വന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ആദ്യം പറഞ്ഞത് മഞ്ചു രാജവംശമാണ്. മഞ്ചു രാജവംശം എന്ത് ചെയ്തിരുന്നു, ആളുകൾക്ക് പുറത്തുനിന്നുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ വന്നിട്ട് എന്തും ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ കൊടുത്തിരുന്നു. അതിനെതിരായിട്ട് ബോക്സർ കലാപം ഉണ്ടായി, പക്ഷെ അത് സക്സസ്ഫുൾ ആയില്ല. പിന്നീടാണ് നമ്മുടെ സൻ യാറ്റ് സെൻ വരുന്നത്. സൻ യാറ്റ് സെൻ വന്നിട്ട് കൗമിങ്താങ് പാർട്ടി രൂപീകരിച്ചു. അതിനുശേഷം റഷ്യയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഇവർ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൗമിങ്താങ് പാർട്ടിയൊക്കെ നല്ല രീതിയിലാണ് പോയിരുന്നത്. പക്ഷേ നമ്മുടെ സൻ യാറ്റ് സെൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അതിനുശേഷം വന്നത് ചിയാങ് കൈഷക്കാണ്. അത് അത്രയ്ക്ക് നല്ലൊരാളല്ല കേട്ടോ, ചിയാങ് കൈഷക് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് പറയാം. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായിട്ട് സമത്വം വേണമെന്നാവശ്യപ്പെട്ട സൻ യാറ്റ് സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായിട്ടുള്ള ഉടമ്പടികളൊക്കെ റദ്ദാക്കാൻ തീരുമാനിച്ചു. കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ കുമിങ്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ കുമിങ്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. എന്നാൽ സൻ യാറ്റ് സെന്നിൻ്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക് ഭരണത്തിൻ്റെ തലവനായി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയപ്പോഴാണ് ഈ ഒരു സഹകരണം ഇല്ലാതായത്. ആര് തമ്മിലുള്ള സഹകരണം, കമ്മ്യൂണിസ്റ്റും കൗമിങ്താങ് പാർട്ടി കേട്ടോ. റിപ്പബ്ലിക് ബിക്കംസ് പോപ്പുലർ. ചിയാങ് കൈഷക് അസറ്റൈൻഡ് മിലിറ്ററി ഓട്ടോക്രസി ഇൻ ചൈന. അങ്ങനെ നമ്മുടെ ചിയാങ് കൈഷക് അധികാരത്തിൽ വന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാൾക്ക് തോന്നിയ പോലെ പട്ടാള ഭരണമൊക്കെ തുടങ്ങി.
He gave opportunity for foreign powers, including America, to freely interfere in China and did not cooperate with the communists. എന്നിട്ട് നമ്മുടെ ചിയാങ് കൈഷക് എന്ത് ചെയ്തു? നമ്മൾ മുന്നേ ഉണ്ടായിരുന്നല്ലോ മഞ്ജു രാജവംശം ചെയ്ത അതേ പരിപാടി ഇയാളും ചെയ്തു. എന്ത് ചെയ്തു? വിദേശ ശക്തികളായിട്ടുള്ള അമേരിക്ക അടക്കമുള്ള എല്ലാവരോടും ചൈനയിൽ വന്നിട്ട് എന്താ ചെയ്തോളൊക്കെ പറഞ്ഞു. അതുമാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് സഹകരിച്ചില്ല. Coal and iron industries, banking and foreign trade were all controlled by foreign countries. കൽക്കരിയും പിന്നെ വ്യവസായം, ഇരുമ്പ് വ്യവസായം, അതുപോലെ തന്നെ ബാങ്കിങ്, ഫോറിൻ ട്രേഡ് ഇതൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് വിദേശ ശക്തികളായിരുന്നു. ദ കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റഡ് എഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ചിയാങ് കൈഷക്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചു. പക്ഷേ നമ്മുടെ ചിയാങ് കൈഷക് എന്ത് ചെയ്തു? അവരിനൊക്കെ ബ്രൂട്ടലി സപ്രസ്ഡ്, അടിച്ചമർത്തി, വളരെ ക്രൂരമായിട്ട് അടിച്ചമർത്തി. At that time, Mao Zedong rose to the leadership of the Communist Party. ആ സമയത്താണ് മാവോ സേതോങ് എന്ന് പറയുന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനായിട്ട് വരുന്നത്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹീറോ, ഒരു ഹീറോ വേണമെങ്കിൽ നമുക്ക് പറയാം. In 1934, under the leadership of Mao Zedong, a journey started from Jiangxi in South China. 1934 മാവോ സേതോങ്ങിൻ്റെ നേതൃത്വത്തിൽ കിയാങ്സി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. ദി അഡ്വഞ്ചറസ് ട്രിപ്പ് എൻഡഡ് അറ്റ് യനാൻ ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈന. യനാനിലാണ് ഈ ഒരു യാത്ര അവസാനിച്ചത്. ത്രൂ ഔട്ട് ദ ജേണി ദേ സീസ്ഡ് ദ അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് വില്ലേജസ് ഫ്രം ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ദം എമംഗ് ദ ഫാമേഴ്സ്. പോകുന്ന വഴിയിലുടനീളം അവർ കൃഷിഭൂമികളും ഗ്രാമങ്ങളൊക്കെ പ്രഭുക്കന്മാരിൽ നിന്നൊക്കെ പിടിച്ചെടുത്തിട്ട് പാവപ്പെട്ട കർഷകർക്ക് കൊടുത്തു. The journey covered around 12,000 kilometers. 12,000 കിലോമീറ്ററാണ് ഈ ഒരു യാത്ര നിന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദി ലോങ് മാർച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ അറിയപ്പെടുന്നത് ലോങ് മാർച്ച് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഹെൻസ് മാവോ സേതോങ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബിക്കെയിം ദ സിംബൽ ഓഫ് സ്ട്രഗിൾ ഓഫ് ദി ചൈനീസ് അഗെയിൻസ്റ്റ് ഫോറിൻ പവർ. അങ്ങനെ മാവോ സേതോങ്ങും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായി മാറി? ഫോറിൻ പവറിന് എതിരായിട്ടുള്ള ഒരു ശക്തിയായിട്ട് നിലനിന്നു. Chiang Kai-shek had to seek political asylum in Taiwan when the Red Army of Mao Zedong captured the center of Kuomintang rule. അങ്ങനെ കൗമിങ്ടാങ് റൂളിൻ്റെ കേന്ദ്രം നമ്മുടെ മാവോ സേതോങ്ങിൻ്റെ പട്ടാളം, അതായത് റെഡ് ആർമി എന്ത് ചെയ്തു? പിടിച്ചെടുത്തതോട് കൂടിയിട്ട് ചിയാങ് കൈഷക് എന്ന് പറയുന്ന ആൾ തൈവാനിലേക്ക് പോയി. തൈവാനിൽ രാഷ്ട്രീയ അഭയം തേടി. അത് തൈവാനിൽ പോയിട്ട് രക്ഷപ്പെട്ടു. ചൈന ബിക്കെയിം ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന on 1st October 1949 under the leadership of മാവോ സേതോങ്. അങ്ങനെ മാവോ സേതോങ്ങിൻ്റെ ലീഡർഷിപ്പിൽ ചൈന എന്തായി മാറി? പീപ്പിൾസ് റിപ്പബ്ലിക് ആയി മാറി. ഓക്കെ, എന്നായിരുന്നു 1st October 1949 കേട്ടോ. എപ്പോഴാണ്? അപ്പോൾ 1947 നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കിയാൽ മാവോസേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു വേർഡ് നമുക്ക് മൈൻഡിൽ വരുന്നില്ല. മാവോസേ. ഞാനൊരു സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോഴേ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഭയങ്കര ഒരു ദേഷ്യം പിടിച്ച പോലത്തെ ഒരു ഫേസൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ വേറൊരു കുട്ടീനോട് വന്നിട്ട് സ്വകാര്യത്തിൽ പറഞ്ഞു, സാറേ അവൾ മാവേലിസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു മാവേലിസ്റ്റാ? അപ്പം പറഞ്ഞിങ്ങനെ ഇതില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം എന്താ വെച്ചാൽ വേറെ ടീച്ചർ എന്നോട് പറഞ്ഞു സംഭവം ആ കുട്ടിയുടെ ഫാദർ മാവോയിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടോ മാവോയിസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരു ഉണ്ട എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടല്ലോ മമ്മൂട്ടിയുടെ, അതിലൊക്കെ മാവോയിസ്റ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ കുറേ ഫിലിംസിലൊക്കെ ഉണ്ട് മാവോയിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാവോയിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ മാവോ സേതോങ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പാത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ പിന്തുടരുന്ന ആളുകളാണ് മാവോയിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് വേണമെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യാം. സോ മനസ്സിലാക്കി വയ്ക്കുക, മാവോ സേതോങ്ങിൻ്റെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മാവോ സേതോങ്ങിൻ്റെ ഒരു പാത പിന്തുടരുന്ന ആളുകളാണ് മാവോയിസ്റ്റ് എന്ന് പറയുന്നത്. കേരളത്തിലൊക്കെ ഉണ്ട് ഒരുപാട് കേട്ടോ. നേപ്പാളിലൊക്കെ മാവോയിസ്റ്റൊക്കെ ശരിക്കും ഭരണത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതൊന്നും നമ്മുടെ ഈ ഒരു ഭാഗത്തില്ല, പക്ഷേ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി മലയാളംകാർക്കൊന്നുകൂടി പറയാം. ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിങ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. ചിയാങ് കൈഷക്കിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു. ഈ സമയമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ആര് വരുന്നത്? മാവോ സേതോങ് ഉയർന്നു വന്നു. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ
തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായിട്ടുള്ള ഈ യാത്ര വടക്ക് പടിഞ്ഞാറ് യനാനിലാണ് അവസാനിച്ചത്. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്ററാണ് ഈ ഒരു യാത്ര ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് വിദേശാധിപത്യത്തിനെതിരായിട്ടുള്ള ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ട് കമ്മ്യൂണിസ്റ്റും മാവോ സേതോങ്ങും മാറി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കൊമിങ്ടാം ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക് തൈവാനിൽ രാഷ്ട്രീയ അഭയം തേടി. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേതോങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ചൈനീസ് റവല്യൂഷൻ പറയുന്നത്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ യുവർ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണ്: വാട്ട് ആർ ദി പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി കൊളോണിയൽ പവേഴ്സ് ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക? അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും കൊളോണിയൽ ശക്തികൾ എന്താണ് ചെയ്തത്? ഏത് തരത്തിലുള്ള പോളിസീസാണ് ഇവിടെ നടപ്പിലാക്കിയത് നമ്മുടെ ചൈനയിൽ? ബോക്സർ കലാപം എന്താണ്? ആരാണ് നമ്മുടെ ചൈനയിൽ മൊനാക്കി അവസാനിപ്പിച്ചത്? സൻ യാറ്റ്സെൻ ആണ് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സൻ യാറ്റാണ്, YAT. സൻ യാറ്റ്സെൻ്റെ ഐഡിയോളജീസ് ഉണ്ട്, ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ലോങ് മാർച്ച് എന്താണ്? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. നോട്ട്ബുക്കിൽ എഴുതാനായിട്ട് നോക്കുക. മാക്സിമം ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതാനായിട്ട് നോക്കുക. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ എഴുതാനായിട്ട് നോക്കുക. നമ്മൾ എക്സാം ടൈമിൽ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ള കുട്ടികൾ നിങ്ങളുടെ പേര് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9746421402. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. നമ്മൾ 5 ഭാഗങ്ങളായിട്ടാണ് ചെയ്തിരുന്നത്. ഇതാണ് 5ാമത്തെ ഭാഗം. ഇനി ബാക്കിയുള്ള സബ്ജക്ട്സും അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷനൊക്കെ നമ്മൾ തുടരുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.